വെൽക്കം ബാക്ക് ടു വീനാസ് ക്ലീനിങ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ഞങ്ങളെ പെയർ ഓഫ് ഇക്വേഷൻ അതിൻ്റെ 3 പാർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. കയറി കാണണേ കേട്ടോ. അത് കണ്ടതിന് ശേഷമേ നമുക്ക് ബാക്കി, കാരണം ബാക്കി പാർട്ടായിട്ടല്ലേ കുഞ്ഞുങ്ങളെ ക്വസ്റ്റ്യൻ ആൻസറുകൾ. അപ്പോൾ നമ്മൾ 4 എണ്ണം പേജ് നമ്പർ 10ൻ്റെ 4 ക്വസ്റ്റ്യൻ ആൻസർ ഇട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ക്ലാസ് there are 4 more girls than boys one a day when only 8 boys were absent. The number of girls was twice the number of boys. How many boys and girls are there in a class? അതായത് ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലാണ്. 8 ആൺകുട്ടികൾ മാത്രം ഇല്ലാത്ത ഒരു ദിവസം പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയായിരുന്നു എന്ന് പറയുന്നു അല്ലേ. ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളും എത്ര പെൺകുട്ടികളും ഉണ്ടെന്നാണ് പറഞ്ഞല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ആൺകുട്ടികളുടെ എണ്ണം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അറിയത്തില്ല അല്ലേ, തന്നിട്ടില്ല എന്നുള്ളതിന് നമ്മൾ എങ്ങനെ എഴുതാം? ഫസ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ്, നോക്കണേ കുഞ്ഞുങ്ങളെ, നമ്പർ ഓഫ് എന്താ ബോയ്സ് അല്ലേ എന്ന് വെച്ചാൽ എന്താ? ആൺകുട്ടികളുടെ എണ്ണം. ആൺകുട്ടികളുടെ എണ്ണം നമുക്ക് അറിയത്തില്ല അല്ലേ. അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കാം? എക്സ്. ഓക്കെ ആണോ? ആൺകുട്ടികളുടെ. ഇനി പെൺകുട്ടികളുടെ എണ്ണം നോക്കണേ. നമ്പർ ഓഫ് ഗേൾസ്, നമ്പർ ഓഫ് അവനവൻ്റെ എഴുതിയെടുത്താൽ മതി കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷും എഴുതണം, മലയാളം മീഡിയക്കാർ മലയാളം എഴുതണം കേട്ടോ. നോക്കൂ നിങ്ങളെ, പെൺകുട്ടികളുടെ എണ്ണം പെൺകുട്ടികളുടെ എണ്ണം എങ്ങനെയാണ് നിങ്ങളിവിടെ പറഞ്ഞേക്കുന്നത്? ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലാണ്. ആൺകുട്ടികൾ എന്ന് വെച്ചാൽ നമ്മൾ എക്സ് എന്നല്ലേ പറഞ്ഞത്. അവരെക്കാൾ എത്ര കൂടുതലാണ്? 4 കൂടുതലാണ്. അത്രയൊക്കെയാണോ കുഞ്ഞുങ്ങളെ? ഇനി നോക്കട്ടെ, ഒരു ദിവസം വെൻ only 8 boys on a day, അല്ലെ ഒരു ദിവസം എ ഡേ വെൻ only 8 boys were absent. ഒരു ദിവസം 8 ആൺകുട്ടികൾ വന്നില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ്. അപ്പം നോക്കൂ കുഞ്ഞുങ്ങളെ, ഒരു ദിവസം ആൺകുട്ടികളെ നമ്മൾ എക്സ് എന്നല്ലേ കൊടുത്തത്. ആൺകുട്ടികൾ ഒരു ദിവസം എന്താ കുഞ്ഞുങ്ങളെ? 8 പേര് വന്നില്ല എന്നുള്ളതിന് നമ്മൾ എന്താ? മൈനസ് അല്ലേ കൊടുക്കേണ്ടത്. ഇവിടെ മൈനസ് വന്ന എന്താ? 8 ആൺകുട്ടികൾ ആബ്സെൻ്റ് ആണെന്ന് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എക്സ് -8 എന്ന് കൊടുക്കുന്നു. പക്ഷേ അവർ പറഞ്ഞ എന്താണെന്നറിയോ? ഒരു ദിവസം പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണെന്ന്. മനസ്സിലായോ? പെൺകുട്ടികളുടെ എണ്ണം അന്നുള്ള പെൺകുട്ടികൾ എത്രയാണെന്ന് അപ്പം നമ്മൾ പറഞ്ഞത് x+4. പെൺകുട്ടികളുടെ എണ്ണത്തിനെ നമ്മൾ x+4 എന്ന് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? പെൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ എന്താ? ഒരു ദിവസം പെൺകുട്ടികളുടെ എണ്ണം ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയാകുന്നു. ഈ ഇരട്ടി എന്ന് പറയുന്നതിനെ നമ്മൾ എന്താ എടുക്കാം കുഞ്ഞുങ്ങളെ? ടോയ്സ് 2 അല്ലേ. ഇപ്പം ഇത് ഇത്ര അറിയാമെങ്കിൽ ബാക്കി നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. മനസ്സിലാവുന്നുണ്ടോ ഇത്? അതായത് നമ്പർ ഓഫ് ബോയ് എത്ര നമുക്ക് അറിയത്തില്ല, പക്ഷേ ആൺകുട്ടികളെക്കാൾ 4 കൂടുതലാണ് പെൺകുട്ടികൾ. അത് ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, നമുക്കപ്പോൾ പെൺകുട്ടികൾ എത്രയാണെന്ന് അറിയാം. എന്താ? x+4 എന്ന് നമുക്ക് കിട്ടി. എക്സ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷേ അതിനേക്കാൾ 4 കൂടുതലാണെന്ന് കിട്ടി. ഇനി നോക്കിക്കേ, 8 നമ്മുടെ ഈ ആൺകുട്ടികളിൽ ഒരു ദിവസം 8 പേര് വന്നില്ല. നോക്കണേ, 8 പേര് വന്നില്ല. പക്ഷേ എന്താ? അവർ ഈ ആൺകുട്ടികളുടെ എണ്ണത്തിൻ്റെ ഇരട്ടിയാണ് പെൺകുട്ടികൾ. അതിൻ്റെയാണ് ഈ ടോയ്സ് 2 വന്നത് കേട്ടോ. ഒന്ന് ഓർത്തോണേ കേട്ടോ. ബോയ്സ് എക്സ് എന്നും കൊടുക്കാം, ഗേൾസിനെ നമുക്ക് x+4 എന്നും കൊടുക്കാം കേട്ടല്ലോ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും നോക്കണേ. ഈ ബ്രാക്കറ്റ് വരിക ടോയ്സ് ഇതിലെ 3-4 മോഡൽ അങ്ങ് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത ഓരോ കണക്കും ഓരോ രീതിയിലാണ്. നിങ്ങൾ ആ മോഡലുകൾ അങ്ങ് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. അപ്പം നോക്കിക്കേ, ബ്രാക്കറ്റ് വരുവാണെങ്കിൽ നമ്മൾ ഈ വെളിയിൽ നിൽക്കുന്ന ആൾ അകത്ത് ഈ ബ്രാക്കറ്റിലെ ഓരോരുത്തരെയും പോയി കാണണം കേട്ടോ. 2 × x എന്താ നിങ്ങളെ? 2 × x - 2 × 8 എന്നാണ് കേട്ടോ. അപ്പോൾ 2 × x എന്താ? 2x. പിന്നെ ഈ മൈനസ് ആണ് ഇവിടെ ഇടേണ്ടത്. 2 × 8 2 8 16. പിന്നെ നമ്മൾ ഈ x+4നെ അതുപോലെ തന്നെ എഴുതുക, കാരണം പെൺകുട്ടികൾ അന്നേരം അത്രയും തന്നെയാണ്.
കേട്ടോ. ഇനി 2x, ഇനി നോക്കിക്കേ, ഇവിടെ ഉണ്ട് ഒരു എക്സ്, ഇവിടെ ഉണ്ട് ഒരു എക്സ്. അപ്പം നമുക്ക് ഈ എക്സിനെ ഇങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരാം നിങ്ങൾ കേട്ടോ. 2x ഇത് പോസിറ്റീവ്, പ്ലസ് എക്സ് അല്ലേ, സൈൻ ഒന്നും ഇല്ലെങ്കിൽ അത് പോസിറ്റീവ്. ഇവിടെ വരുമ്പോൾ എന്താ നെഗറ്റീവ്. ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പം സൈൻ മാറുമെന്ന് അറിയാമല്ലോ, നേരത്തെ കണ്ടവർക്ക് മനസ്സിലാവും. ഇവിടെ കിടക്കുന്ന സംഖ്യകൾ ഈ ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ സൈൻ മാറും, ഇവിടെ കിടക്കുന്ന സംഖ്യകൾ ഇപ്പുറത്ത് കിടക്കുമ്പോഴും മാറും, അറിയാമല്ലോ. ഈ ഈക്വൽ കഴിഞ്ഞിട്ട് എന്താ ഉണ്ടോ നിങ്ങൾ, ഈക്വൽ കഴിഞ്ഞിട്ട് എന്ത് കിടക്കുന്നോ അത് വേണം ഫസ്റ്റിൽ എഴുതാൻ. ഈക്വൽ കഴിഞ്ഞിട്ട് 4 ഉണ്ട്, ഇനിയും വല്ലതും എഴുതാനുണ്ടോ? ഉണ്ട്. എന്താ ഇവിടെ ഒരു -16 ഉണ്ട്, അതിപ്പുറത്ത് വരുമ്പോൾ എന്താ +16 ആയിട്ടങ്ങ് മാറി. ഇനി 2x നിന്ന് എക്സ് പോയാൽ, അതായത് 2x ഉണ്ട് അല്ലേ, 2x നിന്ന് ഒരു എക്സ് അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി ആരാ? എക്സേ ഉള്ളൂ. ഇതൊക്കെ അറിയാമല്ലോ. x = 16 4 20. അപ്പം നമുക്ക് എക്സിൻ്റെ വില കിട്ടി. എത്ര കുഞ്ഞുങ്ങളെ? എക്സിൻ്റെ വില 20 കിട്ടി. ഇനി നോക്കണേ, നമ്മുടെ ചോദ്യത്തിൽ എന്താണ് എക്സ് എന്ന് പറയുന്നത്? നോക്കൂ കുഞ്ഞുങ്ങളെ, എക്സ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് കിട്ടിയ എത്ര? 20 കിട്ടി. അതിൻ്റെ കൂടെ 4 കൂടെ കൂട്ടിയാൽ എന്താ? x+4 അല്ലേ. x+4 എന്ന് വെച്ചാൽ എന്താ? 20 + 4. അപ്പോൾ എത്ര പെൺകുട്ടികളുടെ എണ്ണം? 24. ഇത്രയേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അതായത് നമ്പർ ഓഫ് ബോയ്സ് എന്ന് എത്രയാണെന്ന് അറിയില്ല, അപ്പം നമ്മൾ എക്സ് എന്ന് പേര് കൊടുത്തു. പക്ഷേ ആ ബോയ്സിനേക്കാൾ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്, അപ്പം നമ്മൾ x+4 എന്ന് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആണ് ഈ തെറ്റുന്നത്. ഇവിടെ എങ്ങനെ എഴുതണമെന്നാവും നിങ്ങളെ, കാരണം പെൺകുട്ടികൾക്ക് ഒരു മാറ്റവും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ x+4 കൊടുത്തത്. കണ്ടോ, ആൺകുട്ടികൾ 8 എണ്ണം വന്നില്ലാത്തതുകൊണ്ട് -8 വന്നത്. ടോയ്സ് 2 കേട്ടോ. ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്നാ ചോദ്യത്തിൽ നിന്നാണ്. ഇനി 2 ബ്രാക്കറ്റിൽ കിടക്കുമ്പോൾ 2 × x 2x 2 × 8 16 കേട്ടോ. ഇനി ഈ ബ്രാക്കറ്റിന് ഇപ്പുറത്ത് കിടക്കുന്നതിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താണ്? സൈൻ മാറും. അങ്ങനെയാണ് ഇവിടെ 20 വന്നത്. അപ്പോൾ എക്സ് നമുക്ക് 20. എക്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആൺകുട്ടികളുടെ എണ്ണമാണ്. ആൺകുട്ടികളുടെ എണ്ണം 20 വന്നു കഴിഞ്ഞാൽ അതിനേക്കാൾ 4 കൂടുതലാണ് പെൺകുട്ടികൾ. എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ? ഇത് ഓരോരുത്തരും ഓരോ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഏറ്റവും എളുപ്പമുള്ള മോഡൽ നോക്കിയാൽ കുഞ്ഞുങ്ങളെ ഞാൻ എഴുതിയേക്കുന്നത് കേട്ടോ. മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നോക്കിയോ നിങ്ങളെ, അടുത്ത 6ാമത്തെ ചോദ്യം. ഇതേ സെയിം ഒരു ചോദ്യം നമ്മൾ ടെസ്റ്റിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്തിട്ട് നോക്കിയോ നിങ്ങൾ? ഒന്ന് ബാക്ക് അടിച്ച് നോക്കണേ. നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. എ ഫ്രാക്ഷൻ സിംപ്ലിഫൈഡ് ആഫ്റ്റർ ആഡിങ് 1 to ഇറ്റ്സ് ന്യൂമറേറ്റർ ബിക്കംസ് 1/3 if instead 1 is added to the denominator and then simplified it becomes 1/4. what is the fraction? ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/3 കിട്ടി. അതിൻ്റെ ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/4 കിട്ടി. എന്നാൽ സംഖ്യ ഏതാണെന്ന് മനസ്സിലായോ? നമ്മൾ ചെയ്ത് ഓർമ്മയുണ്ടോ നിങ്ങളെ? നിങ്ങൾ 2ഓ 3ഓ എൻ്റെ പാർട്ടൊന്ന് എടുത്തു നോക്കണേ. സെയിം ഇതിൽ തന്നെ നമ്പറുകൾക്ക് എങ്ങാണ്ട് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ പറയാം. നോക്കൂ നിങ്ങളെ, ഇതിനെ നമുക്ക് എങ്ങനെയാ? ഭിന്നസംഖ്യയാണ്. ഭിന്നസംഖ്യ എന്ന് കേട്ടാൽ എന്താ വരേണ്ടത്? എക്സ്. ഫ്രാക്ഷനിലാണ് എക്സും വൈയും കേട്ടോ. ഭിന്നസംഖ്യ എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ്? ഫ്രാക്ഷൻ. ഒരു ഭിന്നസംഖ്യയുടെ അംശത്തിനോട്, അംശം എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ? ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. മുകളിൽ തരുന്നതിനെ ന്യൂമറേറ്റർ എന്നും താഴെ തരുന്നത് ഡിനോമിനേറ്ററും, അതായത് ഇത് അംശമെന്നും ഇതൊക്കെ നമ്മൾ പറഞ്ഞതാ. എന്നാലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുകളിൽ തരുന്ന, അതായത് ഒരു ഫ്രാക്ഷൻ്റെ മുകളിൽ തരുന്ന സംഖ്യയെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശമെന്നും താഴെ തരുന്നതിനെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമെന്നും പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞതാ. അപ്പം നമുക്ക് ഫ്രാക്ഷനിലാണ് ചെയ്യാനുള്ളത്. ഇവിടെ ഫസ്റ്റ് അവർ പറഞ്ഞ എന്താണെന്നറിയോ? ആഡിങ് 1 to ഇറ്റ്സ് ന്യൂമറേറ്റർ. നിങ്ങൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ ബിക്കംസ്, നമ്മൾ ഈ എന്തിൻ്റെ കൂടെ? അംശത്തിൻ്റെ കൂടെ 1 കൂടി കൂട്ടുക. അപ്പം നമ്മൾ x/y എന്ന് എഴുതി അല്ലേ കുഞ്ഞുങ്ങളെ? എഴുതിയല്ലോ. ഇനി ആ എക്സ് പ്ലസ് x/yയുടെ കൂടെ 1 കൂടി കൂട്ടാൻ, +1 കൂടി കൂട്ടാൻ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുമെന്നോ? 1/3 കിട്ടുമെന്ന്. അടുത്തതോ എക്സ്, ഇതുപോലെ തന്നെ x/yയുടെ കൂടെ ഛേദത്തിൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1/4 കിട്ടുമെന്ന്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ നേരത്തെ ചെയ്ത കണക്ക്. അത് കണ്ടവർക്ക് എളുപ്പം മനസ്സിലാകും കുഞ്ഞുങ്ങളെ. അത് ആ പാർട്ട് കണ്ടവർക്ക് എളുപ്പം കേട്ടോ, കാരണം ഇത് തന്നെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തുണ്ട്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കുഞ്ഞുങ്ങളെ? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. എന്താ? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം. എന്താ ക്രോസ് മൾട്ടിപ്പിൾ എന്നാണ് ഞാൻ കാണിക്കാം. ഫസ്റ്റ് എന്താ കുഞ്ഞുങ്ങളെ നോക്കണേ? ആദ്യം ഈ കിടക്കുന്നതിനെ ഇതുകൊണ്ട് എങ്ങനെ എഴുതാം? എക്സ് അല്ല, അതേപോലെ നമ്പർ എഴുതാം. 3 × x+1 കണ്ടോ? ഈക്വൽ പിന്നെ എന്തോന്ന്? y × 1. മനസ്സിലായോ? ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യണം.
പിന്നെ ഇതിനെ ഇതുകൊണ്ടും ഇൻറ്റു ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ 3 ഇത് നോക്കണേ, ഈ ബ്രാക്കറ്റിൽ എപ്പോൾ വന്നാലും എന്തോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 3 ഇൻറ്റു 1 3. ഓക്കെ ആണോ? അടുത്ത y ഇൻറ്റു 1 y തന്നെ, ഏതൊരു സംഖ്യയെ 1 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്താലും y തന്നെ, ആ സംഖ്യ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് എന്തോ കിട്ടി? ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? y ഈസിക്കൽ ടു 3x പ്ലസ് 3 എന്ന് നമുക്ക് കിട്ടി. വൈയുടെ വില നമുക്ക് കിട്ടി. ഓക്കെ ആണോ? ഇതിനെ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എഴുതാം. വൈയുടെ വില നമുക്ക് കിട്ടി. സംശയം ഉണ്ടോ നിങ്ങളെ? അതായത് നമുക്ക് ഭിന്നസംഖ്യയുടെ അംശത്തിനോടൊന്ന് കൂട്ടി അപ്പോൾ നമുക്ക് 1/3 കിട്ടുമെന്നും ഛേദത്തിനോടൊന്ന് കൂട്ടുമ്പോൾ 1/4 കിട്ടുമെന്നും നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എപ്പോൾ ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. മുകളിൽ തരുന്ന ന്യൂമറേറ്ററിനെ ഇതുകൊണ്ട് ചെയ്യുക, ഇവിടെ കിടക്കുന്നതിനെ ഇതുകൊണ്ട് ചെയ്യുക. കണ്ടോ? അപ്പോൾ ബ്രാക്കറ്റ് വരുന്നെങ്കിൽ ബ്രാക്കറ്റിനകത്തിൽ ഓരോന്നിനെയും ഈ വെളിയിൽ കിടക്കുന്ന ആൾ 3 ഇൻറ്റു എക്സ് 3x, 3 ഇൻറ്റു 1 3, y ഇൻറ്റു 1 y ആണ്. അപ്പോൾ y എന്ന് പറയുന്നത് എന്താണ്? 3x പ്ലസ് 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും അതുപോലെ ചെയ്യാം. എങ്ങനെ എഴുതാം? x ഇൻറ്റു 4 അല്ലേ? അപ്പം നമ്മൾ 4 ഇൻറ്റു എക്സ്, വേരിയബിളിനെ നമ്പർ ആവും, നിങ്ങളെ ആദ്യം എഴുതണ്ട കേട്ടോ. അപ്പം x ഇൻറ്റു 4 എന്ന് വെച്ചാൽ 4 ഇൻറ്റു എക്സ് ഈക്വൽ അടുത്ത ഏതാ? 1 ഇൻറ്റു വൈ പ്ലസ് 1 അല്ലേ? നോക്കാം. 4 ഇൻറ്റു എക്സ് 4x ഈസിക്കൽ ടു 1 ഇൻറ്റു വൈ തന്നെയാണ് അല്ലേ? വൈ പ്ലസ് 1. അപ്പോൾ എത്ര? വൈ പ്ലസ് 1. അതിനെ നമുക്ക് എന്താക്കാം? രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എടുക്കാം. മനസ്സിലായോ? ഇതിനകത്തിൽ എന്തെങ്കിലും സംശയം വരുന്നുണ്ടോ? എല്ലാം ഇവിടെ എഴുതി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അപ്പോൾ വൈയുടെ വില കിട്ടി. ഇനി നമ്മൾ എന്തോ ചെയ്യണം നിങ്ങളെ? ഇതിനെ ഓരോന്നിനെയും എടുത്ത് ചെയ്യാം. നോക്കിയാൽ ആദ്യമേ 4x ഈസിക്കൽ ടു വൈ പ്ലസ് 1 എന്ന് നമുക്കിവിടെ കിട്ടി അല്ലേ? വൈയുടെ വില നമുക്കിവിടെ കിട്ടിയായിരുന്നല്ലോ. വൈ എന്ന് പറയുന്നത് വില നമുക്കിവിടെ കിട്ടി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 4x ഈസിക്കൽ ടു വൈ എന്ന് പറയുന്നത് എന്താ? 3x പ്ലസ് 3 ആണ്. ഈ y എന്ന് പറയുന്നത്, അത് ഓർത്തോണേ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും അത് തെറ്റ്. അന്നേരവും ഞാനത് പറഞ്ഞിട്ടുണ്ട്. y എന്ന് പറയുന്നത് കണ്ടോ, ഇവിടെ ഞാൻ കൊടുത്തേക്കണ്ട, ആരോ മാർക്ക് കൊടുത്തേക്കാം. ഇതാണ് വൈയുടെ വില. പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു +1 ഉണ്ട്. ഈ +1 ആണ് ഈ +1. അതിന് ഞാനിങ്ങനെ വരച്ച് കാണിച്ചായിരുന്നു. +1 ഇപ്പം മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി 3x പ്ലസ് 3 പ്ലസ് 1 അല്ലേ? അപ്പം 4x ഈസിക്കൽ ടു 3x പ്ലസ് 3 പ്ലസ് 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് നോക്കിയേ, 4x ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ 3xനെയും കൂടി പോസിറ്റീവ് 3x ആണ് അല്ലേ? ഈ സൈനൊന്നും തന്നിട്ടില്ലെങ്കിൽ അത് പോസിറ്റീവാണ്. അതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് 3x. എങ്ങനെ നെഗറ്റീവ് വന്നേ? ഇത് ഈക്വലിന് ഇപ്പുറത്തോട്ട് നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അത് നമ്മൾ സൈൻ മാറും, അറിയാമല്ലോ. പിന്നെ ആരുണ്ട്? 3 അധികം 1 ഉണ്ട് അല്ലേ? അല്ലയോ നിങ്ങളെ? അതെ. 4x ന്ന് 3x അങ്ങ് പോയാൽ ബാക്കി x അല്ലേ? 1x ഉള്ളൂ. 1x എന്നിടേണ്ട കാര്യമില്ലോ നിങ്ങളെ. 4x ന്ന് 3x പോയാൽ x ആ. 1x എന്നിടേണ്ട കാര്യമില്ല. 3 1 4. അപ്പം നമുക്കിവിടെ എന്ത് കിട്ടി? എക്സിൻ്റെ വില കിട്ടി. ഇപ്പം പിടി കിട്ടിയോ? അപ്പം നമ്മൾ നോക്കിക്കേ, മുമ്പ് നമ്മൾ ചെയ്തത് വെച്ച് 4x ഈസിക്കൽ ടു വൈ പ്ലസ് 1 ആണെങ്കിൽ അല്ലേ, 4 ഇൻറ്റു എക്സിൻ്റെ വില ഇപ്പം നമുക്ക് കിട്ടിയല്ലോ. എത്ര? 4x 4 ഈസിക്കൽ ടു എങ്ങനെ എഴുതാം? വൈ പ്ലസ് 1. 4 എത്ര നിങ്ങളെ? 16 ഈസിക്കൽ ടു വൈ പ്ലസ് 1. ഇനി വൈനെ നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരാം അല്ലേ? അല്ലെങ്കിൽ നമുക്ക് +1നെ ആദ്യം കൊണ്ടുവരാം നിങ്ങളെ. ഈ +1നെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഏതാ? -1 ആയിട്ട് അങ്ങ് മാറും ഈസിക്കൽ ടു വൈ. അപ്പോൾ എത്ര? 15 ഈസിക്കൽ ടു വൈയുടെ വില എത്ര കിട്ടി? വൈ ഈസിക്കൽ ടു 15 എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സും കിട്ടി, വൈയും കിട്ടി. നമ്മളോട് ചോദിച്ചാൽ എക്സിൻ്റെയും സിംപ്ലിഫൈ ചെയ്യുക. ഛേദത്തിനോട് 1 കൂട്ടി ലഘൂകരിച്ചപ്പോൾ 1/4 കിട്ടും. എന്നാൽ സംഖ്യ ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. കണ്ടോ, ഞാൻ കുറച്ച് മനസ്സിലാവാൻ വേണ്ടി കുറച്ചുകൂടെ ഒന്ന് നീട്ടി ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇത് ഒരുപാടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്തോന്ന് അറിയോ നിങ്ങളെ? ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടിയെന്ന് ഒന്നുകൂടെ കാണിക്കാൻ വേണ്ടി എഴുതിയത് കൊണ്ടാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് നോക്കി അല്ലെങ്കിൽ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എളുപ്പമായിട്ട് തോന്നും. ചെയ്ത് പഠിക്കണം കേട്ടോ. കാരണം ഈ 4x എക്സിൻ്റെയും വൈയുടെയും വില ഇതാ ഇവിടെ വരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ എക്സിൻ്റെ വാല്യൂ വെച്ച് ഇവിടെ ചെയ്യാം. വൈ താണ്ടി കണ്ടോ. അപ്പോൾ എക്സും വൈയും കിട്ടും. നമ്മളോട് ചോദിച്ചാൽ നമുക്ക് x/y അല്ലേ ഫ്രാക്ഷനിൽ എഴുതുമ്പോൾ അപ്പോൾ എങ്ങനെ വരും? 4/15 എന്ന് ആൻസർ വരും. 4/15 എക്സും വൈയും ഇതാവും നിങ്ങളെ ആൻസർ. എളുപ്പമല്ലേ? ഇതേലെ തന്നെ സെയിം ഒരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാനങ്ങ് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ചെയ്യാം.
അടുത്ത് നോക്കിയോ നിങ്ങളെ, 7ാമത്തെ ചോദ്യമാണ്. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees in 2 schemes with interest rate 7% and 6%. After 1 year, they got 6,750 rupees as interest from both these and together. How much did they invest in each scheme? അതായത് ഒരാളെ 1,00,000 രൂപ 2 പദ്ധതികളിലായിട്ട് നിക്ഷേപിച്ചു. എത്രയ്ക്കാണെന്നൊന്നും അറിയത്തില്ല. 1,00,000 രൂപ 2 പദ്ധതികൾക്കായിട്ട് അങ്ങ് നിക്ഷേപിച്ചു. പക്ഷെ ശതമാനം പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് പറയുന്നുണ്ട് 7% എന്നും 6%ഉമാണെന്ന്. പലിശ നിരക്ക് 1 വർഷം കഴിഞ്ഞ് 2 പദ്ധതികളിൽ നിന്നും അദ്ദേഹത്തിന് 6,750 രൂപ പലിശ കിട്ടിയെന്നും പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 1,00,000 രൂപ അദ്ദേഹം 2 പദ്ധതികളിലായിട്ട് ഇട്ടു. അത് 7%, 6% റേറ്റിലാണ് രണ്ടിടത്തും വിട്ടത്. പക്ഷെ അദ്ദേഹത്തിന് 1 വർഷം കഴിഞ്ഞപ്പോൾ 6,750 രൂപ പലിശ കിട്ടി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഓരോന്നിലും എത്ര രൂപയായിരിക്കും നിക്ഷേപിച്ചത്? ഇതാണ് സംഭവം അല്ലേ. അപ്പം നമുക്ക് ആദ്യം എന്താവും നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പറക്കി എഴുതാം അല്ലേ. അതൊക്കെയാ, അതായത് അദ്ദേഹം ടോട്ടൽ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തത് മൊത്തം അല്ലേ, മൊത്തം നിങ്ങൾക്ക് അറിയാവുന്ന സ്റ്റെപ്പിൽ എഴുതിയാൽ മതി. ഒരാൾ എഴുതുന്ന പോലെ തന്നെ അങ്ങനെ എഴുതണമെന്നൊന്നുമില്ല കേട്ടോ. അദ്ദേഹം മൊത്തം നിക്ഷേപിച്ചത്, ഡിപ്പോസിറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിക്ഷേപിച്ച തുക, ഇംഗ്ലീഷിൽ അങ്ങനെ പറയാം, ടോട്ടൽ എമൗണ്ട് ഡിപ്പോസിറ്റ്, ടോട്ടൽ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്തത് അല്ലേ. ഡിപ്പോസിറ്റ് ചെയ്ത് എത്ര? 1 lakhന് എത്ര പൂജ്യം ഉണ്ടോ നിങ്ങളെ? 5 പൂജ്യം ഉണ്ട്. അത് തെറ്റല്ലേ? 3 5 പൂജ്യം. ഞാൻ 5 എന്ന് പറഞ്ഞിട്ട് 6 എന്ന് എഴുതി വെക്കൂ. ഓക്കെ, 5 പൂജ്യം. ഓക്കെ ആണോ? ഇനി ഫസ്റ്റ് സ്കീം എത്ര അടച്ചെന്ന് അറിയത്തില്ല ഇല്ലയോ. ആദ്യത്തെ പദ്ധതി, ആദ്യ പദ്ധതിയിൽ, ഫസ്റ്റ് പദ്ധതി അല്ലേ, ഫസ്റ്റ് സ്കീമിൽ എത്ര രൂപ അടച്ചെന്ന് നമുക്കറിയത്തില്ല. ഞാൻ അതിനെ എക്സ് എന്ന് കൊടുക്കുക, എത്രയാണെന്ന് അറിയത്തില്ല അല്ലേ. സെക്കൻഡ് സ്കീമിലോ, രണ്ടാമത്തെ പദ്ധതിയിലോ നിങ്ങളെ സെക്കൻഡ് സ്കീമിൽ എന്താ, ഒരു സെക്കൻഡ് സ്കീമിൽ ഒരു നമുക്ക് എങ്ങനെ എഴുതാം, എത്രയാണെന്ന് അറിയത്തില്ല. അപ്പോൾ 1,00,000 ഈ എക്സ് അങ്ങ് മൈനസ് ചെയ്താൽ മതി. 1,00,000ത്തിൽ നിന്ന് ആദ്യത്തെ പദ്ധതിക്ക് ഇട്ട എക്സ് അല്ലേ. ഈ എക്സ് എങ്ങനെയാണെന്ന് 1,00,000 രൂപയാണ് ഡിപ്പോസിറ്റ് ചെയ്തത്. അപ്പം ഈ എക്സ് അതിൽ നിന്ന് അങ്ങ് മൈനസ് ചെയ്ത് കാണിക്കണം കേട്ടോ. 1,00,000ൻ്റെ 0 തെറ്റരുത്, 5 പൂജ്യമാണ്, മൈനസ് എക്സ്. ഓക്കെ ആണോ? ഇനിയും പലിശ, ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ ഏതാ? ആദ്യം പറയുന്നത് 7%, രണ്ടാമത്തെയോ ഫസ്റ്റ് അല്ലേ, സെക്കൻഡ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഇൻട്രസ്റ്റ് എന്നൊക്കെയാണ് ഇത്. പലിശ, രണ്ടാമത്തെ സെക്കൻഡ് പലിശ 6%. ഈ പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? 7% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 7/100 എന്നാണ് കേട്ടോ. 6% എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? 6/100 എന്നാണ്. അപ്പോൾ അത് ഓക്കെ ആണോ? അപ്പോൾ എത്ര രൂപ നിക്ഷേപിച്ചെന്ന് എഴുതി. ആദ്യ പദ്ധതിക്ക് എത്ര അടച്ചെന്നറിയത്തില്ല. അപ്പോൾ ആദ്യ പദ്ധതിക്ക് എക്സ് അടച്ചെങ്കിൽ രണ്ടാമത്തെ പദ്ധതിക്ക് 1,00,000 മൈനസ് എക്സ് എന്ന് എഴുതിക്കോണം കേട്ടോ. പിന്നെ പലിശ ഇൻട്രസ്റ്റ് 7%, 6%. ഈ 7% എന്ന് വെച്ചാൽ 7/100 ആണ് കേട്ടോ. പിന്നെ എന്തായിരിക്കും ഇനി അവർക്ക് മൊത്തം ഇൻട്രസ്റ്റ് കിട്ടിയത്, ലാസ്റ്റിൽ ഇൻട്രസ്റ്റ് കിട്ടിയത് പറയുന്നുണ്ട്. ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടിയത്, അതായത് മൊത്ത പലിശ അല്ലേ, മൊത്ത പലിശ പറയുന്നുണ്ട് എത്ര? ഒരു 6,750 രൂപ കിട്ടിയെന്ന് ഇത്രയും പറയുന്നുണ്ട്. ഇത് ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങളാണ്. അതെങ്ങനെയാണ് പറക്കി എഴുതുന്നതെന്നാ കേട്ടോ. ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ? ഇനി നമ്മൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇനിയാണ് എല്ലാവർക്കും തെറ്റുന്നത്. അതായത് ഇനി നമ്മൾ എങ്ങനെ മൊത്തം നിക്ഷേപിച്ച തുക 1,00,000 രൂപയാണ് അല്ലേ. ആദ്യ പദ്ധതി എന്ന് പറയുന്നത് എന്തായിരുന്നു നിങ്ങളെ? ആദ്യ പദ്ധതി എക്സ് ആണ് അല്ലേ. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം നോക്കണേ. എക്സ്, ആദ്യത്തെ പലിശ എത്ര? 7. അപ്പം നമ്മൾ പറഞ്ഞു 7/100 ആണ്. അതിന് സംശയമൊന്നുമില്ലല്ലോ, ഉണ്ടോ? 7/100 എന്ന് വെച്ചാൽ 7% എന്ന് പറയുന്നത് 7/100 ആണ്. പിന്നെ രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താ? പിന്നെ 1,00,000 ഈ രണ്ടാമത്തെ സ്കീമിൽ ഈ തന്നിരിക്കുന്ന എക്സ് മൈനസ് ചെയ്യണമെന്നാണ്. അപ്പോൾ അത് നല്ലപോലെ നോക്കി മനസ്സിലാക്കണേ പോലെ കേട്ടോ. ഉണ്ട് 6 പൂജ്യം 1,00,000ൻ്റെ മൈനസ് എക്സ് കേട്ടോ. ഈ ഒരു എണ്ണം നല്ലതുപോലെ അറിയണേ. 1,00,000 മൈനസ് എക്സ് കേട്ടോ. ഇത് കൂട്ടാനാണെന്ന് അറിയണം. രണ്ടും കൂടെ കൂട്ടുമ്പോൾ
പിന്നെ ഏതാ അടുത്ത പലിശ? രണ്ടാമത്തെ പലിശ എന്ന് പറയുന്നത് 6/100 ആണ്. ഇതറിയാമല്ലോ 6 വന്നത്. ആദ്യത്തെ പലിശ, അതായത് ആദ്യത്തേതിനെ നമ്മൾ എക്സ് എന്ന് പേര് കൊടുത്തു അല്ലേ, ആദ്യ പദ്ധതിക്ക് എക്സ്, അത് 7/7% ആയതുകൊണ്ട് 7/100. പിന്നെ ഈ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, രണ്ടാമത്തെ പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ പദ്ധതി 6/100, ഒന്നാമത്തെ ഇത് കേട്ടോ, രണ്ടാമത്തെ 6/100. ഇത് രണ്ടോടെ കൂട്ടിയപ്പോൾ അദ്ദേഹത്തിന് എത്ര, 6750 രൂപ എന്താ കിട്ടി, പലിശ കിട്ടി. മനസ്സിലായോ? ഒന്നാമത്തെ പദ്ധതിയും രണ്ടാമത്തെ പദ്ധതിയും കൂടെ കൂട്ടിയപ്പോൾ പലിശയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി 7 × x 7x അല്ലേ, 7x/100 പ്ലസ് ഇത് നോക്കൂ നിങ്ങളെ, ഇത് നോക്കണേ. നമ്മൾ മുമ്പ് പറഞ്ഞ രീതി അനുസരിച്ച് ഈ വെളിയിൽ കിടക്കുന്ന ആൾ അകത്ത് കിടക്കുന്ന ആളിനെ കാണാൻ കണ്ടോ, ഇത് കണ്ടോ, 6 പോയി 1 ലാഖിനെ കണ്ടപ്പം 6 ലാഖ്, ലാഖിന് 5 0 പിന്നെ മൈനസ് 6 × x 6x/100. ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? കേട്ടോ, അതായത് ഈ 6/6 എന്ന് വെച്ചാൽ 6% നമ്മുടെ ചോദ്യത്തിലുണ്ടായിരുന്നു, 7 നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ 100 വന്നതിന് സംശയമില്ലല്ലോ. പിന്നെ ഈ 1 ലക്ഷം മൈനസ് എക്സ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ പദ്ധതിയുടെ കേട്ടോ. ഇനി ഇത് ഇവിടെ അങ്ങ് എല്ലാവർക്കും തെറ്റും എന്നെനിക്കങ്ങ് തോന്നുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പിന്നെ x × 7 7x/100. പിന്നെ ഇത് ബ്രാക്കറ്റ് കണ്ട, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നും പോയി കാണുമ്പോൾ 6 × 1 ലാഖ് 6 ലാഖ്, 6 × x 6x ഈ 100 ആണ്, 100 = 6750. ഇപ്പോൾ ഇവിടെ നോക്കിയോ നിങ്ങളെ, നമ്മളിവിടെ 7x/100, ഇതിന് സംശയമില്ലല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നോക്കി ഡിനോമിനേറ്റർ രണ്ടും 100 ആവുന്നത് അല്ലേ. അപ്പം നമുക്ക് അതിനെ മൊത്തത്തിൽ 100 ഇട്ട് ചെയ്തുകൂടായോ? ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാതെ 7x + 6 ലാഖ് മൈനസ് 6 x/100 = 6750. അപ്പം 7x ന്ന് 6x അങ്ങ് പോയാൽ എത്ര ആവും നിങ്ങളെ? എക്സ് ആണ് കേട്ടോ, എക്സ്. അത് ഇവിടെ ഒന്നുകൂടെ ഞാൻ 2 വട്ടം എഴുതിയെന്നേ ഉള്ളൂ. 7x ഇങ്ങനെ 2 വട്ടം എഴുതിയെന്നേ ഉള്ളൂ. 7x ന്ന് 6x പോയാൽ ബാക്കി എക്സ് ആവും നിങ്ങൾ എഴുതുക കേട്ടോ. 7x ഞാനൊരു വട്ടം കൊണ്ട് എഴുതി കാണിച്ചെന്നേ ഉള്ളൂ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പം x = എങ്ങനെ വരും, ഈ എങ്ങനെയാ, 60 10 100 1000 10000 ലക്ഷം, 6,70,75,000 ഈ ഇതിപ്പുറത്ത് വരത്തില്ലേ, ഏതാ 6000 ഇപ്പുറത്ത് വരും. അപ്പോൾ ഏതാ മൈനസ് 6 ലക്ഷം = 75 3 4 1 2 3 4. അതായത് കുറച്ച് നിങ്ങൾ നോക്കണം കേട്ടോ. 6 7 5 3 0 മൈനസ് 6 ലാഖ് അപ്പോൾ നമുക്ക് എത്ര കിട്ടും കുഞ്ഞുങ്ങളെ? 6,75,000 നിന്ന് 6 ലക്ഷം അങ്ങ് പോയി കഴിഞ്ഞാൽ ബാക്കി 75,000 കേട്ടോ, 75,000. അപ്പോൾ ഫസ്റ്റ് സ്കീമിന് എത്ര കിട്ടും? ഫസ്റ്റ് സ്കീമിന് 75,000 അല്ലേ. സെക്കൻഡ് സ്കീമിൽ നിന്ന് സെക്കൻഡ് ആകുമ്പം എന്താ 1 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം രൂപ എല്ലായിരുന്നു കിട്ടേ, 3 5 0 1 ലക്ഷത്തിൽ നിന്ന് ഈ 75,000 ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ബാക്കി വരുന്ന 25,000 ആയിരിക്കും സെക്കൻഡ് സ്കീമിൽ വരുന്നത്. 25,000 പൂജ്യമൊക്കെ കറക്റ്റാണോ നോക്കണേ കേട്ടോ. അതായത് 1 ലക്ഷം നമുക്ക് 75,000 കിട്ടി, 6 ലക്ഷത്തിൽ ഇവിടെ ഇതിനെന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ഇത്, കാരണം ഞാനിത് ഒരു സ്റ്റെപ്പ് ഒന്നും കൂടെ ഒന്ന് എഴുതിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഇങ്ങനെ ചെയ്യാൻ കുഞ്ഞുങ്ങളെ കണ്ടോ. 7x-ഉം 6x-ഉം ആയതുകൊണ്ട് 7x നിന്ന് 6x പോയാൽ പിന്നെ 1x ഉള്ളൂ അല്ലേ. പിന്നെ ഈ 100നെ ഇങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരിക, കാരണം ഡിവിഷൻ അല്ലേ, ഡിവിഷനെ ഇങ്ങ് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇതിന് 2 0 കൂടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതാ ഇവിടെ ഇങ്ങനെ വന്നത് കേട്ടോ. ഈ 0 വന്നത് ഈ 100 ഇപ്പുറത്ത് വന്നത് കൊണ്ടാണ്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ, എഴുതിയെന്നേ ഉള്ളൂ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 7x നിന്ന് 6x പോയാൽ 1x കേട്ടോ. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്നത്.
അപ്പം 6,75,000 നിന്ന് 6 ലക്ഷം പോയി കഴിഞ്ഞാൽ ബാക്കി 75,000. ആ 75,000 ആണ് ഫസ്റ്റ് സ്കീമിന്. പിന്നെ നമ്മളിട്ട 1 ലക്ഷം അല്ലേ, 1 ലക്ഷം രൂപയല്ല, 1 ലക്ഷത്തിൽ നിന്ന് 75,000 പോയി കഴിഞ്ഞാൽ ബാക്കി 25,000. ഒരു ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആവും ഞാൻ ഇത് കേട്ടോ. ഒരു ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണ്. ഒരു ഇച്ചിരി സമയം എടുത്ത് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഈ കണക്ക് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.